അന്വേഷിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നോടൊക്കെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആ സംഭവവുമായിട്ട് ബന്ധപ്പെടുന്നത് ആദ്യം അവരുടെ ഒരു കത്ത് എനിക്ക് വന്ന് കിട്ടിയപ്പോഴാണ്. ആ കത്ത് അതിൻ്റെ ജില്ലയിലെ നേതാക്കന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനതിൽ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിൽ നിന്ന് ചെയ്യാവേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ഞാനതിൻ്റെ അകത്ത് അവർക്ക് അനുകൂലമായി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുടുംബത്തോട് സഹതാപമുണ്ട്. നാളെ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട്. ഞാൻ നാളെ കാണാൻ പോകുന്നുണ്ട്. ഇന്ന് പോകാൻ തീരുമാനിച്ചായിരുന്നു. ഇപ്പോഴത്തേക്ക് വൈകുന്നേരം ഒരു 2-3 പ്രോഗ്രാം ഉള്ളത് അവരുടെ ഒന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് അത് മാറ്റി നാളത്തേക്കാക്കി. ഈ നോട്ടീസ് ഒന്നും തന്നിട്ടില്ല? എനിക്കിതുവരെ നോട്ടീസ് ഒന്നും തന്നിട്ടില്ല. ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ടോ? അതിൽ ഏത് രീതിയിലാണ്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? അതിൽ താങ്കൾക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ അന്വേഷണ സംഘവും കരുതുന്നത്. അത് അവരോട് നിങ്ങൾ ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ എനിക്കത് അറിയാമായിരുന്നു അല്ലെ അറിയാമായിരുന്നില്ല എന്ന് പറയുന്നതിനകത്ത് വല്ല യുക്തി ഉണ്ടോ? നിങ്ങൾ പോലീസുകാരോട് പോയി ചോദിക്കുക, അദ്ദേഹത്തിന് അറിവുണ്ടോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് നടന്നത്, അദ്ദേഹം കഴിഞ്ഞാൽ പൈസ അടിച്ചിട്ട് മാറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾ അവിടെ ചോദിച്ചോ. അത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. സഹകരിക്കലല്ല, അതിനോട് എന്താ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കും. നിയമപരമായി ഇങ്ങനെ അത് തന്നെ പ്രതികരിക്കണമെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. ഞാൻ ഒരുപാട് കേസ് നടത്തി വളർന്നു വന്നയാളാണ്. പിണറായി വിജയന് ബുദ്ധിയുള്ള കാലം മുതൽ എന്നെ കേസിൽ പ്രതിയാക്കുന്നുണ്ട്. ആ ഒരുപാട് ക്രിമിനൽ കേസിലായാലും എല്ലാ കേസിലും ഞാൻ പ്രതിയാക്കേണ്ടതുണ്ട്. എന്നെ കേസൊന്നും ആരും പഠിപ്പിക്കണ്ട. ഞാൻ ലോയറുമാണ്, ഞാൻ പഠിച്ചവനുമാണ്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ലോ എഡ്യൂക്കേഷൻ എനിക്കുണ്ട്, അതൊക്കെ എനിക്കറിയാം. ഞാൻ കേസ് ഒരുപാട് നടത്തി ശീലമുള്ളവനാണ്. അതുകൊണ്ട് അതിലൊന്നും എന്നെ പേടിപ്പിക്കാനും പറപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. നിങ്ങളും നോക്കരുത്, അതിന് മെനക്കെടണ്ട കേട്ടോ. എനിക്ക് തോന്നിയിട്ടില്ല. എന്ത് കേസ് പോകുന്നു? അല്ല, ചോദിച്ചാൽ എന്നതൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ പോലീസുകാർ എന്നെ വന്ന് കണ്ട് എന്നോട് സംസാരിക്കണം. അതിനകത്ത് വന്നിട്ട് ഭാഗികമായി എന്തെങ്കിലും വിഷയങ്ങളുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഏത് പോലീസ് സ്റ്റേഷനിലും ഞാൻ പോകും. അതെ, എന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇങ്ങനെ ഒരു പങ്കുണ്ട്, റോളുണ്ട് എന്ന് പോലീസുകാർ എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഐ വിൽ ഒബേ പോലീസ് ഡയറക്ഷൻ. മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? ഇല്ലെന്നൊരു സംശയമുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ട്. എങ്ങനെ? അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിൻ്റെ വല്ല ചുവടുവയ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. മറ്റു മനസ്സാ വാചാ കർമ്മണ ഞാനുമായി ബന്ധമില്ലാത്തൊരു വിഷയത്തിൽ എന്നെ അതിനകത്ത് കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പൊളിറ്റിക്സാണ്. അറിയാലോ, കത്തെനിക്കാണ്. കത്ത് വായിച്ചു. കത്ത് അന്ന് തന്നെ അതിൻ്റെ ജില്ലാ ഭാരവാഹികളെ നേതാക്കന്മാരെ വിളിച്ചിരുത്തി കത്ത് വായിച്ച് കേൾപ്പിച്ചു. അവരോട് നാളെ തന്നെ യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം യോഗം ചേർന്നു. അത് കുറച്ച് കാലങ്ങളൊക്കെ എല്ലാ പ്രവർത്തനവും കൊണ്ടുപോയത് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അത് അന്ന് വന്ന ദിവസം വായിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ത്? ഇല്ല. അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാശുകാരികളെ കുറിച്ച് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ട്, നേതാക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ നേതാക്കളെ വിളിച്ചതും യോഗം ചേരാനും ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടതും ഒക്കെ അതിനടിസ്ഥാനത്തിലാണ്. അതങ്ങനെ തെറ്റുണ്ട് എന്ന് പറയണ്ടെങ്കിൽ അവരെ സമ്മതിക്കണം. അല്ലാതെ എങ്ങനെയാണ് ഞാൻ സമ്മതിക്കൽ? ഞാൻ അതിനകത്ത് തെറ്റുണ്ടെന്ന് എങ്ങനെ പറയൽ വിത്തൗട്ട് എനി ഹാവിങ് എനി എവിഡൻസ്? ഈ വയനാട് നേതൃത്വത്തിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം എന്തായാലും അതിനകത്ത് വീഴ്ചയുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിപ്പോൾ കോൺഗ്രസിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ഒരുപാട് പാളിച്ചകളും പോരായ്മകളും ഉണ്ട്. സഹകരണ രംഗത്തെ പ്രവർത്തനത്തിന്, ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അതൊരു വലിയ ഭീഷണിയായി വളർന്നു വരികയാണ്. വരും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ താങ്കൾ, എന്നിട്ടും അവരത് ഗവനിച്ചില്ല എന്നുള്ളതാണോ? അല്ല, അതെല്ലാം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞതിന് ശേഷമല്ലേ ഞാൻ അവരെന്തൊക്കെ കാണാൻ വരുന്നതും ഞാനിത് പറയുന്നതും. കമ്മീഷൻ വെച്ചിട്ടുണ്ട്. കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങളെ വർക്ക് ചെയ്യും. ഈ അവരുടെ ബാധ്യതയൊക്കെ ഏറ്റെടുക്കുമെന്ന് പാർട്ടി പറഞ്ഞല്ലോ, അത് അക്കാര്യത്തിൽ അത് ന്യായമായ ബാധ്യതകൾ എന്താണെന്നുള്ളത് പഠിച്ചാൽ അത് എന്ത് വേണമെന്ന് ഞങ്ങൾ ആലോചിക്കും. പക്ഷെ അത് അവരെ കൊന്ന ആളുകളെ എടുത്തിട്ട് ഇപ്പം അടുത്ത് പലരും മരിച്ചിട്ടുണ്ടല്ലോ, പലരും CPM-ൻ്റെ. അവരെ പൈസ എടുത്ത് വീട്ടുകാർക്ക് കൊടുക്കട്ടെ, എന്നിട്ട് ഞങ്ങളെ വീട്ടുകാർക്ക് കൊടുക്കാൻ നിൽക്കുക. ഗോവിന്ദ മാഷോട് ഞാനത് പറഞ്ഞു, നമ്മളെ ആൾക്ക് കൊടുക്കാൻ നിൽക്കേണ്ട, നിങ്ങളെ ആൾക്ക് കൊടുക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞു. കോൺഗ്രസ് തന്നെ കൊടുത്തോളൂ. ഞങ്ങൾ കൊടുക്കാം. ഞങ്ങളെ ആൾക്കാരെ സംരക്ഷിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള മാനസികാവസ്ഥയുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.